നമ്മുടെ ഒരു എൻ്റെ ഡേ എങ്ങനെയായിരിക്കും എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാവിലെകളല്ലേ. ഓരോ രാവിലത്തെ ഒരു മൂഡനുസരിച്ചിരിക്കും അയാളുടെ അന്നത്തെ ദിവസം മൊത്തം. ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ചെറിയ സ്മൈലായിരിക്കാം ചിലപ്പോൾ അയാളുടെ ആ ഒരു ദിവസം തന്നെ. അങ്ങനെ എനിക്ക് ആ ഒരു വിശ്വാസമുള്ളതാണ്. അപ്പോൾ രാവിലെ ഏറ്റവും പെർഫെക്റ്റ് ആവണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ്. മാത്രമല്ല രാവിലെയാണ് ഏറ്റവും സ്ലോ ആയിട്ട് ഒരു സ്ലോ ലിവിങ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് മോർണിംഗിലാണ്. അപ്പോൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യം ചായ കുടിക്കലാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഞാൻ ഫുള്ള് പുറത്തൊക്കെ ഒബ്സർവ് ചെയ്യും. പിന്നെ അതേപോലെ മൊബൈൽ ഫോണിൽ നിന്നൊക്കെ ഒന്ന് ഡിറ്റാച്ച്ഡ് ആവുന്ന ഒരു ടൈമാണ്. മാത്രമല്ല ആ ഒരു ദിവസത്തിൻ്റെ ഒരു മൊത്തം പ്ലാനിങ് ഇന്നതൊക്കെ ചെയ്യണം അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ രാവിലത്തെ ചായ കുടിക്കുന്ന സമയത്താണ്. ഈ ഒരു സമയം ഇങ്ങനെ സ്ലോ ആയിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ ഓക്കെ നമുക്കൊരു പ്ലാനിങ് ഒക്കെ കിട്ടും. ആ ഒരു ഡേയിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലിയർ ഐഡിയ കിട്ടും. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാർട്ട് ഓഫ് ദ ഡേ മോർണിംഗ് ആണ്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് രാവിലെ കുറേ കൂടി ടൈം വേണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് ഗാർഡനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എൻ്റെ ഒരു രാവിലത്തെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് എപ്പോഴും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ്. രാവിലെ ചായ കുടിക്കും, അത് കഴിഞ്ഞിട്ട് കുറേ സമയം ഗാർഡനിൽ സ്പെൻഡ് ചെയ്യും. ഈ ഗാർഡനിങ് എനിക്ക് ഭയങ്കര ഒരു തെറാപ്പി പോലെയാണ്. നമ്മളിങ്ങനെ ഓരോ ചെടികളുടെ ഗ്രോത്തും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹോപ്പാണ് ലൈഫിലേക്ക്. നമുക്ക് ശരിക്കും നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് നല്ലോണം മാറും. ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് തിങ്കിങ് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓരോ ഫ്രൂട്ട്സൊക്കെ കാണുമ്പോൾ തന്നെ ഓരോ ഫ്രൂട്ട്സൊക്കെ വളരുമ്പോൾ തന്നെ നമ്മൾ എന്തോ ചെറിയ കാര്യങ്ങളെങ്കിലും അച്ചീവ് ചെയ്ത പോലെ ഉണ്ടാവും. പറഞ്ഞു വന്നത് രാവിലത്തെ ഭംഗിയാണെങ്കിലും ഗാർഡനിൽ ചെന്ന് നിൽക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ രാവിലെയാണ് നമ്മുടെ ഒരു എൻ്റെ ഡേനെ ഡിസൈഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ചെറിയ മൈന്യൂട്ട് ചില കാര്യങ്ങളുണ്ടല്ലോ അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോണ്ട്രി ക്ലിയറിങ്, പിന്നെ അതേപോലെ ബെഡ് മേക്കിംഗ്, ഇതൊക്കെ രാവിലെ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എൻ്റെ ഡേ കിട്ടുന്ന ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയാം. നമ്മൾ ഒരു കാര്യം ഫിനിഷ് ചെയ്തു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടും. ഒരു കാണുമ്പോൾ ഭയങ്കര ചെറിയ കാര്യം ആണെങ്കിലും നമുക്ക് ആ ഒരു എൻ്റെ ഡേ നമുക്ക് ഈ ഒരു തോട്ട്സ് ഉണ്ടാവും നമ്മുടെ മൈൻഡിൽ. എനിക്ക് ഇത് ഞാൻ മനസ്സിലാക്കി എടുത്തൊരു കാര്യമാണ്. പിന്നെ അതേപോലെ ഡിസൈഡ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഒരു ദിവസം മൊത്തം ഓടാനുള്ള എനർജി തരുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതേപോലെ നമ്മൾ ടൈം എടുത്തിട്ട് കഴിക്കുക, അതേപോലെ എൻജോയ് ചെയ്ത് കഴിക്കുക. ഒരുപാട് പേര് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. എൻ്റെ കസിൻസ് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കെന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു മീൽ ബ്രേക്ക്ഫാസ്റ്റാണ്. എനിക്ക് അല്ലെങ്കിൽ ആ ഒരു എൻ്റെ ഡേ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഒന്നും നടക്കില്ല. മൈഗ്രെയിൻ അടിച്ച് എവിടെയെങ്കിലും കുത്തിയിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് ഒരു രീതിയിൽ നല്ലതാണ്. കാര്യം ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാക്കില്ലല്ലോ. ഇത്രയ്ക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ആകെ മിസ്സായിട്ടുണ്ടാവും. പിന്നെ എൻ്റെ പരിപാടി നല്ലൊരു ഷവറാണ്. രാവിലെ അതേപോലെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പരിപാടി ഗാർഡനിങ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു കുളി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ഫ്രഷ് ആവും. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ മേക്കപ്പൊക്കെ ആയിട്ട്, മേക്കപ്പ് മീൻസ് ഫേസ് സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കൺമഷിയെങ്കിലും എഴുതിയിട്ടാണ് ഞാൻ ഇരിക്കാറ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇതും കളിയാക്കാറുണ്ട് കേട്ടോ, ചുമ്മാ ഇങ്ങനെ പൊട്ടിയടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് എന്നെ എപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ ഏറ്റവും ഭംഗിയാക്കി വെക്കുന്നത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു സ്മോൾ മോർണിംഗ് റുട്ടീൻ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.